പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ സൂരജ് വിളിപ്പിച്ചതിനെ തുടർന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ ആകെ പകച്ച് പോയിരിക്കുകയാണ് ഇപ്പോൾ മീനു. മാത്രവുമല്ല, ഇതേ തുടർന്ന് എന്തിനാണ് വിളിപ്പിച്ചത് എന്ന് മീനു ചോദിച്ചതിനെ തുടർന്ന് കളക്ടറാണ് വിളിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ സൂരജ്. ഇതോടെ ഇനി എന്താണ് സംഭവിക്കുക? തൻ്റെ കടയുടെ കാര്യമാണോ സംസാരിക്കാൻ വിളിപ്പിച്ചത് എന്നീ ചോദ്യങ്ങൾ മുൻപിൽ ബാക്കിയായതിനെ തുടർന്ന് പേടിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു ചെന്നിരിക്കുകയാണ് മീനു. മീനുവിൻ്റെ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് സൂരജാകട്ടെ കൂടുതൽ പേടിപ്പിക്കണം എന്നുള്ള തീരുമാനവുമായി കളക്ടറുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഞെട്ടിപ്പോകുന്ന മീനു, എന്താണ് മാഡം, എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് മീനുവിനോട് അർജന്റായി ഒരു കാര്യം അവതരിപ്പിക്കാനാണ് വിളിപ്പിച്ചിട്ടുള്ളത് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ കളക്ടർ. മാത്രവുമല്ല, ഇതേ തുടർന്ന് കളക്ടർ മുഖ്യമന്ത്രിയുടെ പ്രശംസ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് മീനു പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. അന്ന് താൻ കുക്ക് ചെയ്തത് മിനിസ്റ്റർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ടാണ് മിനിസ്റ്റർ ഇപ്പോൾ തന്നെ ഓർക്കുന്നത് എന്നുള്ള കാര്യവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് മീനുവിന്. ഇതേ തുടർന്ന് മീനു കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി മുന്നിലേക്ക് എത്തുകയും ചെയ്തതിനെ തുടർന്ന് മീനുവിൻ്റെ കട വീണ്ടും ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ഇപ്പോൾ കളക്ടർ നേരിട്ട് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് മീനു വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരോടും. ഇതേ സമയം സൂരജ് മീനുവിനെ ചെന്ന് കാണുകയും മീനുവിനോട് പഴയ കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. മാത്രവുമല്ല, കളക്ടർ ഇങ്ങനെയൊക്കെ മീനുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കും വളരെയധികം സന്തോഷം തോന്നി എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് കളക്ടർ പറഞ്ഞതിനെല്ലാം എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനോട് എപ്പോഴും നീതി കാണിക്കാനാണ് ശ്രമിക്കാറ്. എൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു തെറ്റും ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേട്ടതിനെ തുടർന്ന് സൂരജ്, എൻ്റെ ഭാഗത്ത് നിന്നും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അത് സമ്മതിക്കുന്നതിൽ എനിക്കും യാതൊരു പ്രശ്നവുമില്ല മീനു. മീനു എന്തായാലും ധൈര്യമായി മുന്നോട്ട് പോകൂ. മീനു വീണ്ടും കട ഓപ്പൺ ചെയ്ത് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. ഞങ്ങൾ എന്തായാലും കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യവും ഉറപ്പ് നൽകാം. ഇത് കേട്ടതിനെ തുടർന്ന് മീനുവിന് സന്തോഷമാവുകയും ഇതേ തുടർന്ന് മീനു വീണ്ടും തൻ്റെ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സന്തോഷ വാർത്ത പാർവതിയെയും അച്ഛനെയും അറിയിക്കുന്നതിന് എത്തിയിരിക്കുകയാണ്. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പാർവതിക്ക് വളരെയധികം സന്തോഷം ആവുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് ഈ കാര്യത്തെ പറ്റി ശിവരഞ്ജിനിയും അറിയാനിടയാകുന്നത്. ശിവരഞ്ജിനി മാഡത്തിൻ്റെ സഹായവും തനിക്ക് ലഭിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് മീനുവിൻ്റെ സന്തോഷം ഇരട്ടിയായിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.